ഹായ് ഗൈസ്, എല്ലാ ഇന്ത്യക്കാരുടെയും ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ബംഗ്ലാദേശിനെ അറ്റാക്ക് ചെയ്യാത്തതെന്ന്. അതായത് അവിടെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അത്രയും വലിയൊരു അട്രോസിറ്റി കണ്ടിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നതെന്ന്. അപ്പോൾ ഇതിനുള്ള ഉത്തരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം. 1971 നമ്മൾ ഡയറക്റ്റ് ആയി പോയി അറ്റാക്ക് ചെയ്തല്ല. ഇതേപോലെ നമ്മൾ ഇങ്ങനെ സഹിച്ച് ലാസ്റ്റ് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്ദിരാഗാന്ധി ഒരു സ്ട്രോങ് ആയ ഡിസിഷൻ എടുത്തത്. പക്ഷെ ഇപ്പോൾ ആ ഡിസിഷന്റെ പോലും ആവശ്യമില്ല. ബംഗ്ലാദേശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതായത് ബംഗ്ലാദേശിന്റെ ഒരു ആർമി ഓഫീസർ, മുന്നത്തെ ആർമി ഓഫീസർ പറഞ്ഞതെന്താ വെച്ചാൽ, അതായത് ഞങ്ങൾ ഡൽഹി തൊട്ട് നമ്മുടെ ചിക്കൻ നെക്ക് അടക്കം അവരുടെ കൺട്രോൾ എടുക്കും എന്ന് പറഞ്ഞ അതേ ആർമി ഓഫീസർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് അറക്കൻ ആർമി നമ്മളെ വിഴുങ്ങാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ഇന്ത്യയുമായി ഒരു ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയും ഇവരും കൂടെ നമ്മളെ ഇല്ലാണ്ടാക്കും, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇല്ലാണ്ടാക്കും എന്ന് പറയുന്ന ഒരു വാണിംഗ് ആണ് ഇപ്പോഴത്തെ അവിടുത്തെ ബൊമ്മക്കുട്ടിയായ മുഹമ്മദ് യൂനിസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും. അപ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ബംഗ്ലാദേശിന്റെ മാപ്പ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്കിയൊക്കെ, അതായത് മാപ്പ് ഡിസ്പ്ലേ ചെയ്യാം. അതായത് ചുറ്റും, അതായത് മാക്സിമം ബോർഡറും കവർ ചെയ്തിരിക്കുന്ന ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ പിടിച്ചെടുക്കാൻ വളരെ ചുരുങ്ങിയ ദിവസം മാത്രം മതി. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഒരു 300 കിലോമീറ്ററോളം, അതായത് 271 കിലോമീറ്ററോളം ഈ മ്യാൻമർ എന്ന് പറയുന്ന ഈ ഒരു രാജ്യവുമായിട്ട് ഇവരൊരു ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ആ മാപ്പ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ താഴെ ഭാഗം നോക്കുക, ഞാൻ മാപ്പ് ഡിസ്പ്ലേ ചെയ്യാം. ആ താഴെ ഭാഗം നോക്കുക, ഒരു 271 കിലോമീറ്റർ ഈ മ്യാൻമറുമായിട്ട് ഇവര് ഈ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മ്യാൻമർ ഇന്ത്യയിലായിട്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ആദ്യം അവിടെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നു. ആ ഗവൺമെന്റുമായിട്ട് ഇന്ത്യക്ക് നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചൈനയുടെ ഇൻഫ്ലുവൻസ് വരികയും ചൈനയുടെ സഹായത്തോടെ അവിടെയുള്ള ആർമി ആ ഗവൺമെന്റിനെ എടുത്തു കളഞ്ഞ് ആർമി അവിടെ ഭരണം പിടിച്ചെടുക്കുന്നു. ആർമി അവിടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ആ ആർമിയുമായിട്ടും നമ്മൾ നല്ല റിലേഷനിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ വെച്ചാൽ, അതായത് ഈ മ്യാൻമറിന്റെ താഴെ റാഖെ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ റാഖെ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പ്രധാനമായിട്ടും 2 കൂട്ടരാണ് താമസിച്ചു വരുന്നത്. ഒന്ന് റോഹിംഗ്യ മുസ്ലിംസും മറ്റൊന്ന് ബുദ്ധിസ്റ്റായ ആൾക്കാരും. അപ്പോൾ ഈ ബുദ്ധിസ്റ്റിൽ ചേർന്ന ആൾക്കാരാണ് ഈ, അതായത് അറക്കൻ ആർമി എന്ന് പറയുന്നത്. അതായത് ഇവർ അവിടുത്തെ റിബലാണ്, മ്യാൻമറിനെ പിടിച്ചെടുക്കാൻ പറ്റിയ അവിടുത്തെ ആർമീനെ തന്നെ കീഴടക്കിക്കൊണ്ട് റാഖെ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിനെ മൊത്തം 80 to 90% സ്ഥലങ്ങളും ഇവരുടെ കൺട്രോളിലോട്ട് വന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബംഗ്ലാദേശിന്റെ സൈഡ് മൊത്തം ഈ അറക്കൻ ആർമീന്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഈ അറക്കൻ ആർമിക്കും ഈ റോഹിംഗ്യ മുസ്ലിംസിനും പണ്ട് തൊട്ടേ ചെയ്യില്ല. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അറക്കൻ ആർമി ഇവരെ കൊന്നുകളയുകയും ചെയ്യും. അപ്പോൾ ഈ അറക്കൻ ആർമി ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് മുന്നേറുമ്പോഴാണ് ഈ റോഹിംഗ്യ മുസ്ലിംസ് അവിടെ നിന്ന് ബംഗ്ലാദേശിൽ വരികയും ബംഗ്ലാദേശിൽ നിന്ന്, അത് ബംഗ്ലാദേശിൽ മാത്രം ഒരു 12 ലക്ഷത്തോളം ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു, അതായത് ഈ അറക്കൻ ആർമി ഈ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തപ്പോൾ തന്നെ വീണ്ടും ഒരു 50,000 ആൾക്കാരോളം വീണ്ടും വന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതേ ആൾക്കാർ അവിടെ നിന്ന് താമസിക്കാൻ പറ്റാതെ, അതായത് ബംഗ്ലാദേശിൽ താമസിക്കാൻ പറ്റാതാകുമ്പോൾ മെല്ലെ ഇവര് അതിർത്തി കടന്ന് നമ്മുടെ അങ്ങോട്ടാണ് വരുന്നത്. നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ ഒരു വലിയൊരു കോളനി ഉണ്ട്, ഡൽഹിയിൽ ഒരു കോളനി ഉണ്ട്, മുംബൈയിൽ ഒരു കോളനി ഉണ്ട്. ഇത് പോരാഞ്ഞിട്ട് കേരളം, തമിഴ്നാട് തുടങ്ങിയ ഇങ്ങോട്ടുള്ള സ്ഥലം, അതായത് വിശാഖപട്ടണം ആ റേഞ്ചിൽ അവരങ്ങനെ വന്ന് ഇവിടെയും കുറെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ മറ്റു 3 സ്ഥലത്തിനും വലിയ വലിയ കോളനി തന്നെ ഉണ്ട്. ഇപ്പോൾ ഡൽഹി ഗവർണർ പറഞ്ഞിരിക്കുന്നത്, അതായത് എല്ലാ റോഹിംഗ്യ മുസ്ലിംസിനെയും കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യണം. അതായത് പറയുകയാണെങ്കിൽ നമുക്ക് ഇവരെ ആവശ്യമില്ല, ഇതൊരു വലിയൊരു തലവേദനയാണ്, ഈ തലവേദന എങ്ങനെയും ഒഴിക്കണം എന്ന്. സത്യമാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ നമുക്ക് ഇവിടെ പൈസ തികയുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഈ ഒരു നശൂരങ്ങളും. അപ്പോൾ ഇവരെ കണ്ടുപിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൽ കൊണ്ടുകൂടിയ അല്ലെങ്കിൽ മ്യാൻമറിൽ കൊണ്ടുകൂടിയ എവിടെയും പോകണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ഈ അറക്കൻ ആർമി മ്യാൻമർ ആർമിയുമായിട്ട് യുദ്ധം ചെയ്ത് അവരായ ഈ റാഖെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കൺട്രോൾ എടുത്ത് ഇവർക്കും ബംഗ്ലാദേശിനും ഒരിക്കലും ചെയ്യില്ല. അത് മാത്രമല്ല ഈ റോഹിംഗ്യ മുസ്ലിംസിനും ഇവർക്കും ചെയ്യില്ല. അതുപോലെ തന്നെ റോഹിംഗ്യ മുസ്ലിംസിന് മറ്റൊരു കാര്യമുണ്ട്, അതായത് ഇവർ അവിടുന്ന് വന്ന് റെഫ്യൂജി ആയിട്ട് ഈ ബംഗ്ലാദേശിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ യുണൈറ്റഡ് നേഷൻസും അതുപോലെ തന്നെ US കൂടെ ചേർന്ന് കുറച്ച് ഫണ്ട് ഇവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, അതായത് ഓരോ വർഷം കഴിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം ഒരാൾക്ക് 1000 രൂപയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്, അതായത് 1000 രൂപ ഞങ്ങൾക്ക് പോരാ, കഴിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് എന്താ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഈ അരിയും പരിപ്പെല്ലാം മേടിച്ചുകൊണ്ട് ഇവർ അറക്കൻ ആർമിക്ക് വെക്കും. അങ്ങനെ അവർ കുറച്ച് കാശുണ്ടാക്കും. അങ്ങോട്ട് പോകുമ്പോൾ ഇവർ കുറച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് വരുമ്പോൾ, അതായത് ഈ മ്യാൻമർ ഡ്രഗ് കിട്ടും. ഈ ഡ്രഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാബ എന്ന് പറയുന്ന ഒരു ഡ്രഗാണ്. ഇതൊരു സിന്തറ്റിക് ഡ്രഗാണ്, വളരെ ഡേഞ്ചറസ് ആയ ഒരു ഡ്രഗാണ്. ഇതിനെ തിരിച്ചു കൊണ്ടുവന്ന്, അതായത് ഇത് 2-3 കാര്യങ്ങൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന
ഇതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ബംഗ്ലാദേശിൽ വെക്കും. അതുകൊണ്ട് ബംഗ്ലാദേശിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ യാബ എന്ന് പറയുന്ന ഈ ഡ്രഗ് കിട്ടുന്നതാണ്. ഈ ഒരു ഡ്രഗ് കാരണമാണ് നമ്മുടെ അതിർത്തി സംസ്ഥാനമായ മണിപ്പൂരിലെല്ലാം പ്രശ്നമുണ്ടായത്. അതായത് ഈ മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടാവുന്നതിന്റെ വൺ ഓഫ് ദ റീസണും ഇത് തന്നെയാണ്. അതായത് അവിടെ ഡ്രഗ് കിട്ടുന്നതാണ്. ആ ഡ്രഗ് ഇല്ലാണ്ടാക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ അതായത് ഈ തൊഴിൽ ഇല്ലാണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു രീതി ചൂസ് ചെയ്ത് പോകുമ്പോഴാണ് അവർ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അത് ഇതാണ് പ്രധാന കാരണം എന്ന് പറയുന്നില്ല, ഈ ഡ്രഗും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ മണിപ്പൂരത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡ്രഗ് ഒഴിക്കാൻ വേണ്ടി നമ്മൾ കുറെ വർഷമായിട്ട് നമ്മുടെ അജിത് ദോവലും എല്ലാം ചേർന്നുകൊണ്ട് ഈ അറക്കൻ ആർമിയുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങനെയുള്ള ഈ ഡ്രഗ് ഇവർ ഈ ബംഗ്ലാദേശിൽ കൊണ്ടുവന്ന് ഇവർ പടർത്തുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാ ഒരു ഡ്രഗ് സിന്തറ്റിക് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഈ റോഹിംഗ്യ മുസ്ലിംസിന് 300ഓളം കിട്ടും. അതുകൊണ്ട് ഇവർക്ക് കഴിഞ്ഞു പോകാൻ ഇവർക്ക് കിട്ടുന്നതാണ്. അത് മാത്രമല്ല ഇവർക്ക് അതിലൂടെ കഴിഞ്ഞു പോകാം. ഇവിടെ ഫുള്ളായിട്ടും ഡ്രഗ് പടർക്കുകയാണ്. ഇത് പോരാണ്ട് ഇവിടെയുള്ള സ്ത്രീകളെല്ലാം തന്നെ പിടിച്ചുകൊണ്ട് ഹ്യൂമൻ ട്രാഫിക്, അതായത് ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് ഈ റോഹിംഗ്യ മുസ്ലിംസ്. ഇതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനും വലിയൊരു തലവേദനയാണ്. പക്ഷെ മുസ്ലിംസ് ആയതുകൊണ്ട് അവരവിടെ സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അറക്കൻ ആർമി, അതായത് ഈ റോഹിംഗ്യ മുസ്ലിംസിനും എതിരാണ്, ഈ ബംഗ്ലാദേശിനും എതിരാണ്, അതുപോലെ തന്നെ ഈ മ്യാൻമറിലുള്ള അവിടെയുള്ള ഗവൺമെന്റിനും ആർമിക്കെതിരെയും എതിരാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് ബംഗ്ലാദേശിന്റെ ചിറ്റഗോൺ എന്ന് പറയുന്ന ആ ഒരു നഗരം കംപ്ലീറ്റ് ആയിട്ടും ഇവർ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റീസെന്റ് ആയിട്ടാണ് അവർ ബംഗ്ലാദേശിന്റെ ലാസ്റ്റ് ഔട്ട് പോസ്റ്റിന്റെ ആ ബൗണ്ടറി എല്ലാം പിടിച്ചെടുത്തത്. ഇത് മാത്രമല്ല ഇവർ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആർമി അതായത് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തന്നെ വന്നു പോകുന്നുണ്ട്. ഈ അറക്കൻ ആർമി ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തന്നെ വന്നു പോകുന്നുണ്ട്. ഇവർക്ക് അവരെ തിരിച്ചെന്തേലും പറയാനോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനോ ഇതുവരെയും ബംഗ്ലാദേശ് ആർമിക്ക് പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ന്യൂസ് വരുന്നത്, അതായത് ഈ ബംഗ്ലാദേശ് മ്യാൻമർ ബോർഡറിലാണല്ലോ അറക്കൻ ആർമി, അവിടുന്ന് 15 കിലോമീറ്ററോളം ഇവർ സുഖമായി വന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വന്നു പോകുമ്പോൾ ഇവര് ചോദിക്കണല്ലോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് ആർമി ഒരു 15 കിലോമീറ്റർ, അതായത് നിങ്ങൾ എത്ര വേണമെങ്കിലും വന്നു, ഞങ്ങൾ പിന്നോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് 15 കിലോമീറ്റർ, അതായത് ബൗണ്ടറിയിൽ നിന്ന് 15 കിലോമീറ്റർ ബാക്കിലോട്ട് വന്ന് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ്, അതായത് ബംഗ്ലാദേശിന്റെ ആ ബൗണ്ടറിയിൽ മൊത്തം ഇപ്പോൾ അറക്കൻ ആർമിയാണ് അതായത് കൺട്രോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പോരാണ്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ചിറ്റഗോണും പിടിച്ചെടുക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അതായത് വിജയ് ദിവാസ് വരുന്ന ദിവസമെല്ലാം നമ്മുടെ ആർമി മേലെയും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുറ്റും നോക്കുകയാണെങ്കിൽ മേലെ ഇന്ത്യൻ ആർമി ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്, താഴെ അറക്കൻ ആർമി ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ചുറ്റും ബോർഡർ ഫുൾ ആയിട്ടും ഇവരുടെ കൺട്രോളാണ് നിൽക്കുന്നത്. ഇത് പോരാണ്ടിട്ട് ഈ അറക്കൻ ആർമിന്റെയും ഈ സെന്റ് മാർട്ടിൻസ് ഐലൻഡ് അതിന്റെ നടുക്കൊരു പുഴയുണ്ട്. ആ പുഴയിലോട്ട് മീൻ പിടിക്കാൻ പോലും ആരും പോകണ്ട എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അറക്കൻ ആർമി അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വെടിവെച്ച് കൊല്ലാനും അവർ മടിക്കില്ല എന്ന്. ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള പപ്പറ്റെല്ലാം പറയുന്നത് അതായത് അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും നല്ലൊരു ഇൻഫ്ലുവൻസ് ഈ അറക്കൻ ആർമിന്റെ അടുത്തുണ്ട്. അതായത് ചൈനയ്ക്ക് ആദ്യം ഇൻഫ്ലുവൻസ് ഉണ്ട്, പിന്നെ ഇപ്പോൾ നമുക്കും അറക്കൻ ആർമിക്കും നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതായത് അറക്കൻ ആർമിയും നമ്മൾ റെക്കഗ്നൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ഇവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഈ അതായത് ഇപ്പോൾ ചൈനയും ഇന്ത്യയുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലെയർ. അതുകൊണ്ട് തന്നെ അവരോട് എങ്ങനെയും സംസാരിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഈ അറക്കൻ ആർമി ഞങ്ങളുടെ ബംഗ്ലാദേശിന്റെ ചിറ്റഗോൺ എല്ലാം പിടിച്ചെടുത്ത് ഞങ്ങളുടെ സ്ഥലങ്ങൾ ഇവരുടെ കൺട്രോളിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ പിടിച്ചെടുക്കുന്നവരും തന്നെ ഈ റോഹിംഗ്യ മുസ്ലിംസ് ഉള്ളിലോട്ട് വരേണ്ടി വരും. ലാസ്റ്റ് ഇവർക്ക് തന്നെ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തും. എങ്ങനെയൊന്നും സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു പ്രശ്നമായി നിൽക്കുകയാണ്. എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.